എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജ്യോതി. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ക്രോപ്പ് ടോപ്പും പലാസോ പാൻറ്റുമാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ. 4 വയസ്സ് തുടങ്ങി 5 വയസ്സുള്ള കുട്ടികൾക്കൊക്കെയാണ് ഈ ഒരു കറക്റ്റ് അളവിന് കറക്റ്റുള്ള മെഷർമെൻറ്റിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുട്ടികളുടെ അരവണ്ണം അനുസരിച്ച് നമ്മളെടുക്കുന്ന മെറ്റീരിയൽ 4ആയിട്ട് മടക്കി എടുക്കണം. സ്റ്റിച്ചിങ് അറിയാവുന്ന ആൾക്കാർക്കല്ല, സ്റ്റിച്ചിങ് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ക്ലിയർ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ലെങ്ത്ത് എത്ര വേണം എന്നുള്ളത് കുട്ടിയുടെ ലെങ്ത്ത് അനുസരിച്ചാണ് നമ്മൾ ലെങ്ത്ത് എടുക്കുന്നത്. ആദ്യം ഒരു 2 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി അത് നമ്മൾ അലാസ്റ്റിക്കോ അല്ലെങ്കിൽ പാൻറ്റിനൊക്കെ നമ്മൾ വള്ളി വെക്കുമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു 2 ഇഞ്ച് നമ്മളിങ്ങനെ കൊടുക്കുന്നത്. പിന്നെ അവിടെ നിന്നാണ് താഴത്തേക്ക് നമ്മൾ ലെങ്ത്ത് എടുക്കുക, 22 ലെങ്ത്ത് എടുക്കണം. പിന്നെ ക്രോച്ച് ഏരിയ ആണ് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തുന്നത്. അരവണ്ണം നമ്മൾ 19 ആണെങ്കിൽ അതിൽ 4-1 അടയാളപ്പെടുത്തി ഇറക്കവും അതേ ലെങ്ത്തിൽ തന്നെ ഇറക്കവും എടുത്ത് 2 ഇഞ്ച് ക്രോച്ച് ഏരിയയും കൂടി അടയാളപ്പെടുത്തിയാൽ നമ്മുടെ പാൻറ്റിനുള്ള അളവ് എടുക്കൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പലാസോ പാൻറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു 10 ഇഞ്ച് 8 ഇഞ്ചൊക്കെ എടുക്കാം. ഒത്തിരി അങ്ങ് കുറഞ്ഞു പോകണ്ട. 10 ഇഞ്ചൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയിൽ അവർ കുഞ്ഞുങ്ങളിടുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ 10 ഇഞ്ച് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ പാൻറ്റിൻ്റെ അളവെടുക്കുക എന്ന് പറഞ്ഞാൽ. സിമ്പിളാണ്. പാൻറ്റ് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ചിങ്ങും എല്ലാം ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എടുക്കുന്ന അളവ് കറക്റ്റായാൽ മാത്രം മതി. അപ്പോൾ ആദ്യമായിട്ട് എടുക്കുന്ന ആൾക്കാർ കുറച്ച് കൂടുതലായിട്ട് അളവ് എടുത്തിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കട്ട് ചെയ്ത് നോക്കുക. ആദ്യം പഴയ തുണിയിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം ശരിയായ മാത്രം നല്ല തുണികളിൽ നമുക്ക് കട്ടിങ്ങും കാര്യങ്ങളും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് മൊത്തം കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. ഇതിത്തിരി പോളിസ്റ്റർ ആയിട്ടുള്ളൊരു തുണിയാണ്. അപ്പോൾ അത് നമ്മൾ കയ്യിൽ പിടിച്ചാൽ നിൽക്കുന്ന ഒരു തുണിയല്ല. അപ്പോൾ ഇത്തിരി സൂക്ഷിച്ചും കണ്ടും വേണം നമ്മൾ കട്ട് ചെയ്യാനും സ്റ്റിച്ചിങ്ങിനൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ പക്ഷേ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് നടക്കാനായിട്ടൊരു ഇതായിരിക്കുമല്ലോ, സുഖമാണ്. എൻ്റെ മോള് പ്രത്യേകിച്ചും അധികം ഹാർഡായിട്ടുള്ള മെറ്റീരിയലൊന്നും അവൾക്ക് ഇഷ്ടമല്ല. ഇത്തിരി സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലൊക്കെ തന്നെയാണ് അവൾക്ക് ഇഷ്ടം. അപ്പോൾ നമ്മൾ ഇത് നേരെ അങ്ങ് മറിച്ചിട്ടു. നല്ല ഭാഗവും കൂടി ചേർത്ത് മറിച്ചിട്ടു. ഫസ്റ്റ് സ്റ്റിച്ചിങ് എന്ന് വെച്ചാൽ ഈ കാണുന്ന ഈ ഒരു ഭാഗമാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അതിൻ്റെ 2 ഭാഗവും നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം. പാൻറ്റിന് അധികം സ്റ്റിച്ചിങ് ഒന്നും ഇല്ല. സിമ്പിളായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. പാൻറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഡബിൾ സ്റ്റിച്ചിങ് ആയാലും നല്ലത് തന്നെയാണ് കേട്ടോ. അതിന് ശേഷം നമ്മളത് തിരിച്ച് പിടിക്കണം. തിരിച്ച് പിടിച്ചതിന് ശേഷം ഇനി നമ്മളിത്തിരി സ്പീഡിനങ്ങ് പറഞ്ഞു പോവുകയാണ്. ഇത് നമ്മൾ അടിഭാഗം മടക്കി അടിക്കുകയാണ്. പാൻറ്റിനുള്ള അടിഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമ്മൾ മടക്കി അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 ഭാഗത്തെയും അടിഭാഗം നമുക്ക് മടക്കി അടിച്ചതിന് ശേഷമാണ് പിന്നെ സൈഡും കൂടി അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ പാൻറ്റിൻ്റെ ഏകദേശം പണികൾ തീർന്നു എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ വള്ളിയാണ് പാൻറ്റിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അരഭാഗം നമുക്ക് ഇങ്ങനെ 2 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അത് നേരെ അങ്ങ് മടക്കിയിട്ട് ഓരോ ഇഞ്ച് അനുസരിച്ച് നമുക്ക് അങ്ങ് മടക്കി വെച്ചിട്ട് നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം ഒരു മടക്ക് കൊടുത്തിട്ട് പിന്നെ വലിയ രീതിയിൽ അങ്ങ് മടക്കിയെടുക്കണം. ഇതിൻ്റെ തുമ്പ് നീണ്ട് കിടന്നാൽ വള്ളി ഇങ്ങനെ വലിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വള്ളി കയറ്റി വിടാനുള്ള ഗ്യാപ്പ് വിട്ടിട്ട് ഇനി നമുക്കങ്ങ് മറിച്ച് എടുക്കാം. അപ്പോൾ കറക്റ്റ് ആ ഒരു സെൻറ്റർ പോർഷൻ എത്തുമ്പോൾ നമ്മൾ അലാസ്റ്റിക്കായാലും വള്ളിക്കായാലും കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം നമ്മൾ പിന്നെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മളിട്ടു. നമ്മൾ ലോക്ക് ചെയ്തിട്ടാണ് എല്ലാ സ്റ്റിച്ചും തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും നമ്മൾ സ്റ്റിച്ചിങ് ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. കട്ട് ചെയ്യുമ്പോഴും തന്നെ അപ്പം തന്നെ നമ്മൾ നൂലിൻ്റെയൊക്കെ തുമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയുമ്പോൾ കറക്റ്റ് പെർഫെക്ഷനിൽ കിട്ടും കേട്ടോ. അപ്പോൾ ആൾക്ക് മനസ്സിലായ ആൾക്ക് വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന്. അപ്പോൾ എനിക്ക് ഓരോ ഓറഞ്ചൊക്കെ കൊണ്ടുവന്ന് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരഭാഗം കറക്റ്റായിട്ട് ശരിയായിട്ടുണ്ട്. അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് പുതിയ രീതിയിൽ ഡ്രസ്സൊക്കെ തയ്ച്ച് കൊടുക്കുന്നത്, ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇട്ടേക്കുന്ന ഡ്രസ്സും ഇതേപോലത്തെ മെറ്റീരിയൽ തന്നെയാണ്, കളർ ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ തുറന്നിരിക്കുന്ന ഭാഗങ്ങളൊന്ന് നമുക്ക് ജോയിൻ ചെയ്താൽ നമ്മുടെ പാൻറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും രണ്ട് ഭാഗവും ഒരേ രീതിയിൽ തന്നെയാണോ എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ നോക്കിയിട്ട് വേണം ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മളത് രണ്ടാമത് നൂല് പിടിച്ചെടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ നൂലൊന്നും വയ്യ പൊട്ടിപ്പോയിട്ടോ. അപ്പോൾ അത് കോർത്തെടുത്തതാണ് ഇപ്പം കണ്ടത്. പിന്നെ ഞാനത് നിവർത്തിയിട്ട് കറക്റ്റായിട്ട് നമ്മളുടെ മെറ്റീരിയൽ തുണി വെച്ച് അറ്റങ്ങളൊക്കെ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് അളവിന് തന്നെ വെട്ടിയോണ്ട് അധികം വേസ്റ്റ് ഒന്നും ആവില്ല. നേരെ ആ അടിഭാഗം എത്തുമ്പോൾ നല്ല രീതിയിലൊന്ന് ലോക്ക് ചെയ്ത് തന്നെ തയ്ച്ച് 2 or 3 തയ്യൽ കൊടുത്തു കഴിഞ്ഞാൽ പാൻറ്റിൻ്റെ അടിഭാഗമൊക്കെ വിട്ടു പോകാൻ ചാൻസ് ഒക്കെ ഉള്ളതാണ്, കുട്ടികളുടെ ആയാലും. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് തയ്ച്ചെടുത്തു. ഇതാണ് ഫൈനൽ ലുക്ക്. നമ്മുടെ പാൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വള്ളിയും കൂടി ഇട്ട് കൊടുത്താൽ അവർക്ക് ഇടാൻ പറ്റുന്ന നല്ലൊരു പല്ലാസോ പാൻറ്റായി. വീട്ടിലായാലും പുറത്തോട്ടൊക്കെ ആയാലും അവർക്ക് ഇട്ടുകൊണ്ടും പോകാനായിട്ട് ശരീരത്തിൽ നല്ല രീതിയിൽ കിടക്കുന്ന നല്ലൊരു പാൻറ്റാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു ക്രോക്ക് ടോപ്പും കൂടി തയ്ക്കാം. ഇതേ മെറ്റീരിയൽ കൊണ്ട് തന്നെ നല്ലൊരു ക്രോക്ക് ടോപ്പും കൂടി തയ്ക്കാം. അതിന് വേണ്ടിയിട്ടുള്ള അളവിനെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രോക്ക് ടോപ്പ് നമ്മൾ ലൈനിങ് ഇട്ടാണ് തയ്ക്കുന്നത് കേട്ടോ. അതിന് നമ്മൾ വീതിയും നീട്ടത്തിനും അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. 23 ഇഞ്ച് നീട്ടത്തിലും ഒരു 9 ഇഞ്ച് 10 ഇഞ്ച് വീതിയിലുമാണ് നമ്മൾ ഇതെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡറും ആം ഹോളും അങ്ങ് അടയാളപ്പെടുത്താം. ഷോൾഡർ 4.5ഉം ആം ഹോൾ 4ഉമാണ് എടുക്കുന്നത് കേട്ടോ. കറക്റ്റ് അളവാണ്. ഒരു 5-10 ഒക്കെ മതി അവരുടെ ചെസ്റ്റിൻ്റെ ഭാഗത്തെ ലെങ്ത്ത്. പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് താഴത്തേക്കൊന്ന് അടയാളപ്പെടുത്തിയെടുക്കാം. 5-10 തന്നെ ഏറ്റവും അടിയിൽ വെച്ചിട്ടും ജസ്റ്റ് ഒന്ന് വളച്ചൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അവർക്കധികം ഷേപ്പിൻ്റെ കാര്യങ്ങളും ഇല്ല. പിന്നെ കഴുത്തിൻ്റെ ഭാഗത്ത് നമ്മൾ 2 ഇഞ്ചാണ് കഴുത്ത് നമ്മൾ കൊടുക്കുന്നത്. ഇറക്കം 3 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. 3 ഇഞ്ച് മടക്കി തയ്ക്കാവുന്നത് കൊണ്ടാണ് 3 ഇഞ്ച് കൊടുക്കുന്നത്. അതെല്ലാം നമ്മൾ പീസ് വെച്ച് ക്രോസ് പീസ് വെച്ച് തയ്ക്കാമെന്നുണ്ടെങ്കിൽ ഒരു 2-2.25 ഇഞ്ചൊക്കെ മതിയാവും കേട്ടോ. ഒത്തിരി അങ്ങ് കഴുത്തങ്ങ് അകന്ന് പോകണ്ട എന്നുള്ളവർക്കാണെങ്കിൽ 2.25 ഇഞ്ചൊക്കെ മതിയാവും. പിന്നെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒത്തിരി തളർന്ന് കിടക്കുന്ന തുണിയായതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുമ്പോഴും നമ്മൾ പിന്നൊക്കെ സെക്യൂർഡായിട്ട് കറക്റ്റായിട്ട് കുത്തിയൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ അടയാളപ്പെടുത്തിയത് വേറെ ഭാഗത്തും കട്ട് ചെയ്യുന്നത് വേറെ ഭാഗത്തുമൊക്കെ ആയിട്ട് വരും. നമ്മുടെ കത്രയ്ക്കും വലിയ മൂർച്ചയില്ലാത്തതുകൊണ്ട് എനിക്കും ചെറിയ പണിയൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ പിന്നൊക്കെ വെച്ചിട്ട് സേഫ്റ്റി പിന്നൊക്കെ വെച്ചിട്ട് ഞാനത് പിൻ ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് പീസ് നല്ല പീസിലേക്ക് വെച്ചിട്ട് ആ ഒരു അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ കട്ട് ചെയ്യാണ്ടും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുത്താലും മതി. നമ്മളിപ്പോൾ ആദ്യം ഇങ്ങനെ അടയാളപ്പെടുത്തിയെടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ക്രോസ് പീസ് വെച്ചല്ല, നമ്മൾ ഈ ഷോൾഡർ കഴുത്തിൻ്റെ ഭാഗം അങ്ങ് ചേർത്ത് വെച്ചിട്ട് നമ്മൾ മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്, കുട്ടി ഉടുപ്പൊക്കെ തയ്ക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ് ആ ഒരു രീതി കേട്ടോ. മറ്റേ രീതി നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വേറൊരു ഡ്രസ്സ് തയ്ക്കുമ്പോൾ ക്രോസ് പീസൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് പഠിക്കാം. ഇതിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഒത്തിരി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിനി മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് നല്ല പീസിൻ്റെ നല്ല ഭാഗത്തേക്ക് നമ്മുടെ ലൈനിങ് എടുത്ത് വെക്കുക. അതിന് ശേഷം നമുക്ക് ആ കഴുത്തിൻ്റെ ആ ഒരു ഭാഗം ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്കിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഞാൻ ഈ അടയാളപ്പെടുത്തുന്ന ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഫ്രണ്ട് പോർഷനാണ്. നമ്മൾ ബാക്കിൽ ചെറിയ ഒരു ഓപ്പണിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്, ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് തല കിടക്കാൻ വരണ്ട എന്നുള്ളൊരു ഇത് നോക്കിയാൽ നമ്മൾ കഴുത്തധികം അകലെടുത്തിട്ടില്ലെങ്കിൽ ബാക്കിലൊരു ഓപ്പണിംഗ് കൊടുക്കുന്നതും പിന്നെ ബാക്കിലൊരു കെട്ടൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് വിട്ട് തയ്ച്ചെടുത്തു. ഇനി നമ്മൾ മടക്കി അടിക്കുകയാണ്. മടക്കി പതിച്ചടിക്കുകയാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കോട്ടൺ തുണിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അമർത്തി വെച്ചാൽ അത് അവിടെ അമർന്നിരുന്നോളും. അപ്പോൾ മാക്സിമം കോട്ടൺ തുണികളിലൊക്കെ സ്റ്റിച്ചിങ് പഠിക്കുന്ന ആൾക്കാർ അങ്ങനെ തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് പതിച്ചടിച്ചെടുക്കുകയാണ്. മാക്സിമം നമ്മൾ എത്രയോ ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മളിത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട. ബാക്കിയൊന്നും നമ്മൾ അത്ര ശ്രദ്ധിച്ചില്ലെങ്കിലും കഴുത്തിൻ്റെ ആ ഭാഗത്ത് മാത്രം നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് തുണിയങ്ങും മടങ്ങിയിരിപ്പില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമൊക്കെയാണ് നമ്മൾ കഴുത്തിൻ്റെ ഭാഗം നമ്മൾ പതിച്ചടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് പതിച്ചടിച്ചെടുക്കാം.
നമ്മൾ കഴുത്ത് പതിച്ചടിക്കുമ്പോൾ ഒരു കാരണവശാലും കഴുത്ത് ഇങ്ങനെ വലിച്ച് നീട്ടി പിടിച്ച് എടുക്കരുത്. കാരണം അത് എന്താണ് കഴുത്തങ്ങ് അകന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ കഴുത്ത് നല്ല രീതിയിൽ ഇതാ പതിച്ചടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് ബാക്ക് പീസാണ് കേട്ടോ. അപ്പോൾ ബാക്കിൽ ചെറിയൊരു ഓപ്പണിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയൊരു പീസ് എടുക്കുകയാണ്. ഒരു 3 ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ ഇവിടെ ഒരു ഓപ്പണിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിലും നമ്മൾ തുണി വെച്ചിട്ട് കഴുത്തിൻ്റെ ഭാഗം നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട്, മറിച്ചെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ ബാക്കിൻ്റെ ആ ഒരു കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് ഒരു പീസ് നമ്മളങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കത്രിക വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്ന ഗ്യാപ്പ് വിട്ടിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് നല്ല രീതിയിലൊന്ന് തയ്ച്ചു കൊടുക്കാം. അതിൻ്റെ സെൻറ്ററിൽ കൂടിയാണ് നമ്മൾ പിന്നെ കത്രികയ്ക്ക് കട്ട് ചെയ്ത് മാറ്റുന്നത് കേട്ടോ. ഇവിടെ ഒന്ന് ഇത്തിരി ശ്രദ്ധിക്കണം. നമ്മൾ ഷോൾഡർ സ്റ്റിച്ചിങ് അറിയാത്ത രീതിയിലാണ് നമ്മളിത് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ തയ്യൽ തുമ്പിലൊന്നും മുട്ടാതെ നമ്മൾ ആ ബാക്ക് സൈഡിൽ ഓപ്പണിങ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്ക് പിന്നൊക്കെ എടുത്ത് മാറ്റാം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇനി നമ്മൾ പതിച്ചടിക്കണം. അത് നമ്മൾ തിരിച്ചെടുത്തതിന് ശേഷമാണ് പതിച്ചടിക്കുന്നത് കേട്ടോ. ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. ഇതിങ്ങനെ തിരിച്ച് നമ്മളിങ്ങനെ എടുത്തതിന് ശേഷം എല്ലാം കറക്റ്റായിട്ട് നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് പതിച്ചടിക്കാം. ഇപ്പോൾ നമുക്ക് ആ ഒരു കാര്യം ചെയ്യേണ്ട. നമുക്ക് ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം പതിച്ചടിക്കാം. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ തുണികൾ നല്ല രീതിയിൽ കൂടുതലുണ്ടെങ്കിൽ കത്രികയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നമുക്ക് ആ ഒരു കറക്റ്റ് പോയിൻ്റൊക്കെ ആ ഒരു കണ്ടോ ഇങ്ങനെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ ആ കഴുത്തിൻ്റെ ഭാഗം കറക്റ്റായിട്ടുള്ള ഷേപ്പിൽ നമുക്ക് വരണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പിന്നൊക്കെ കൊണ്ട് നല്ല രീതിയിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ മറിച്ചെടുത്തേക്കുന്ന ആ ഒരു നല്ല ഭാഗം ഉണ്ടല്ലോ, അത് മറിച്ചടിക്കാത്ത ആ തുണിയുടെ ഉള്ളിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ അത് തിരിച്ചെടുക്കുമ്പോൾ നല്ല ഭാഗങ്ങൾ ചേർന്ന് ഷോൾഡർ നമുക്കങ്ങ് വയ്ക്കണം. അപ്പോൾ അത് നമ്മൾ തയ്ച്ചിങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ ഈ തയ്യൽ ഭാഗം ഉള്ളിലേക്കായിട്ടിരിക്കും. കാരണം ചില കുട്ടികളെന്ന് വെച്ചാൽ സ്റ്റിച്ചിങ് ഇങ്ങനെ തുണിയുടെ ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ മേത്ത് മുട്ടുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കുറച്ചും കൂടി സ്റ്റിച്ചിങ്ങിന് കുറച്ചും കൂടി പെർഫെക്ഷൻ കിട്ടാനും ഇതാണ് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഇൻ്റർലോക്കൊക്കെ ഒന്നും ഇല്ലാത്ത ഒരു സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ചെയ്താൽ ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് അറിയില്ല. അപ്പോൾ നല്ല ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് നമ്മളിതാ ഇങ്ങനെ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇപ്പുറത്ത് ചെയ്ത പോലെ തന്നെ അപ്പുറത്തെ ഷോൾഡറും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക. നമ്മൾ മറിച്ചെടുക്കാത്ത തുണിയുടെ ഉള്ളിൽ കൂടി എടുത്തിട്ട് നല്ല ഭാഗം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഷോൾഡർ വെക്കുമ്പോൾ കറക്റ്റ് അതിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് വെക്കാം. അല്ലെങ്കിൽ നമ്മൾ മറിച്ചെടുക്കുമ്പോൾ ഷോൾഡർ ഒത്തിരി അകന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അകന്നു പോകാത്ത രീതിയിൽ കറക്റ്റ് അരികിലായിട്ട് വെച്ച് നമ്മളത് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്കത് മറിച്ചെടുക്കാം. അപ്പോൾ മറിച്ചെടുക്കുമ്പോൾ കാണാൻ പോകുന്ന ഒരു ഭംഗി അത് വേറെ തന്നെ ആയിരിക്കും കേട്ടോ. അത് നമ്മൾ ഷോൾഡറൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് തിരിച്ചെടുക്കാം. നമ്മുടെ ഷോൾഡർ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ എത്രയും ഭംഗി മറ്റേ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അറിയില്ല. കണ്ടോ നല്ല ഭംഗിയായിട്ടില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷോൾഡർ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് വെക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് ആ ഒരു ബാക്കിൽ നമ്മൾ ഹുക്കോ ബട്ടൺസോ അല്ലെങ്കിൽ കെട്ടോ എന്തെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അതൊന്നും കാണിക്കുന്നില്ല. വീഡിയോ ഒരുപാട് അങ്ങ് നീണ്ടു പോകണ്ട കേട്ടോ. അപ്പോൾ നമുക്കവിടെ ചെറിയൊരു സ്റ്റിച്ചിങ് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു ഷേപ്പ് കിട്ടിയില്ല. അതൊക്കെ അങ്ങ് നമ്മൾ പയ്യൊന്ന് മാറ്റിയതിന് ശേഷം നമ്മളിന്നെ ഈ ബാക്ക് കഴുത്ത് ഒന്ന് പതിച്ചടിക്കണം. ഫ്രണ്ട് കഴുത്ത് നമ്മൾ ഓൾറെഡി പതിച്ചടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇനി നമ്മൾ കൈ ആ ഒരു അളവിന് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ലെങ്ത്ത് നമുക്കൊരു മുട്ട് 3/4 അളവിനെടുക്കാം. ഒരു 9 ഇഞ്ചൊക്കെ എടുത്താലും മുട്ടും കഴിഞ്ഞ് നിൽക്കണം. കൈയിൻ്റെ ആ അടിഭാഗം ഏകദേശം ഒരു 4 ഇഞ്ചുണ്ട്. ആം ഹോളിൻ്റെ അവിടെ 9 ഇഞ്ചും ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ഷേപ്പിൽ നമുക്കങ്ങ് വരച്ചു കൊടുത്താൽ മതി. കുഞ്ഞുങ്ങളുടെ ഡ്രസ്സാണല്ലോ, മുകൾ ഭാഗത്തെ കാര്യമാണ് പറഞ്ഞത്. ആ ഒരു ഷേപ്പിനങ്ങ് വരച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ആ രീതിയിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമുക്ക് നേരെ മറ്റേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടോപ്പിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ വരും. അപ്പോൾ അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 3 ഇഞ്ച് വീതിയിൽ നമ്മൾ ഒരു തുണി എടുത്തിട്ടുണ്ട്. അത് കൈയിൻ്റെ അവിടെ ചെറിയൊരു ഫ്ലിറ്റ് പോലെ ഇതുപോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. 3 ഇഞ്ചും 12 ഇഞ്ച് നീട്ടത്തിലുമാണ്
നമ്മൾ എടുത്തത് കേട്ടോ. ഇതും ഏകദേശം ഒരു 6 ഇഞ്ച് വീതി 24 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ അരഭാഗം എത്രയാണോ അതിൻ്റെ ഇരട്ടിയായിട്ട് എടുക്കുമ്പോൾ നല്ല രീതിയിൽ ഞൊറി വരും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഇത് നമുക്ക് അതിലേക്ക് തയ്ച്ച് ഞൊറിയിട്ട് തയ്ച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് എവിടേക്കാണോ മടക്കി അടിക്കേണ്ടത് ആ ഭാഗത്തൊക്കെ മടക്കി അടിക്കണം. അപ്പോൾ ടോപ്പിൻ്റെ അടിഭാഗമൊക്കെ മടക്കി അടിച്ചു. ഇനി നമുക്ക് കൈയിൻ്റെ അറ്റം തുടങ്ങി ജോയിൻ ചെയ്തങ്ങ് വരാം. വൺ സൈഡ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കൈയിൻ്റെ ഈ ഒരു സൈഡ് തുടങ്ങി നമുക്ക് ജോയിൻ ചെയ്ത് മറ്റേ സൈഡും കൂടി എടുത്തുകൊണ്ട് വരാം. സൈഡും കൂടി നമുക്ക് കറക്റ്റായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ബാക്കിൽ കെട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ബാക്കിൽ കെട്ട് വെക്കാനുള്ള വള്ളിയും കൂടി നമ്മൾ അതിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രോപ്പ് ടോപ്പും പെല്ലാസോ പാൻറ്റും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.